തിരുവനന്തപുരം വിഴിഞ്ഞത്തെ KSRTC ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് കൈ അറ്റുപോയി യാത്രക്കാരൻ ചോര വാർന്ന് മരിച്ച അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബസ് ഡ്രൈവറുടെ അശ്രദ്ധയെ തുടർന്നാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ദൃശ്യങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, പറയൂ. വൈകിട്ടാണ് വിഴിഞ്ഞത്ത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ യാത്രക്കാരൻ കൈ പുറത്തിട്ടതോടുകൂടിയാണ് ഇത്തരം അപകടം സംഭവിച്ചെന്ന തരത്തിലായിരുന്നു വിവരങ്ങൾ വന്നത്. പക്ഷേ പിന്നീട് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ KSRTC ബസിന്റെ അപകടകരമായ രീതിയിലുള്ള പോക്കായിരുന്നു ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ഈ ബസ് ഓടിക്കുകയും ബസ് സമീപത്ത് റോഡിന് സമീപമുള്ള ഒരു പോസ്റ്റിൽ ഇടിക്കുന്നു. ഈ ഇടിയുമായി ബന്ധപ്പെട്ട് ഇടി ഉണ്ടായ ഒരു ഘട്ടത്തിൽ ബാക്ക് സീറ്റിലിരുന്ന പിൻസീറ്റിലിരുന്ന യാത്രക്കാരനാണ് നിലവിൽ ഈ അപകടത്തിൽ ചോര വാർന്ന കൈ പൊട്ടി ചോര വാർന്ന് മരണപ്പെട്ടിരിക്കുന്നത്. പൂങ്കുടി സ്വദേശി ബെഞ്ചിലാസാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. മറ്റൊരു യാത്രക്കാരന് പരിക്കുണ്ട്. കൊല്ലങ്കോട് സ്വദേശി റോബർട്ടിനാണ് നിലവിൽ പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം ഉൾപ്പെടെ നടക്കാനുണ്ട്. കാരണം അശ്രദ്ധമായി ഡ്രൈവറുടെ ഒരു വാഹനം ഓടിക്കലാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത്. നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ആ ദൃശ്യങ്ങളിൽ KSRTC ബസിന്റെ ചില്ല് ഉൾപ്പെടെ തകർന്നിരുന്നു. അത് എവിടെയെങ്കിലും തട്ടിയാൽ മാത്രമാണ് അത്തരത്തിൽ ഗ്ലാസുകൾ ഉൾപ്പെടെ തകരുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം വേണം. വിഴിഞ്ഞം പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. KSRTC ബസ് ഡ്രൈവർ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതി ചേർക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും KSRTC ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.